ഹായ്, അപ്പോൾ AJP ആണ്. അപ്പോൾ നമ്മുടെ ആറട്ടെണ്ണ സന്തോഷ് വർക്കി ചേട്ടൻ ഇപ്പോൾ നമുക്ക് കാവ്യമാധവൻ ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യും. അണ്ണാ കാണിക്ക് പോട്ടെ. എന്തോരം ആൾക്കാരാ. ഹായ്, നമസ്കാരം. പലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഇതുവരെ ആരും എടുക്കാത്ത മിമിക്രി നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ആദ്യത്തെ തിയേറ്റർ റിവ്യൂവർ ആയിട്ടുള്ള നമ്മുടെ എല്ലാമായിട്ടുള്ള കേരളക്കരയുടെ മലയാളി പ്രേക്ഷകരുടെ കണ്ണില് മിന്നുന്ന ഒരു താരം തന്നെയാണ്. ഒരു പ്രഗത്ഭ വ്യക്തിയാണ്, ഒരു നിരൂപകനാണ്, എല്ലാമാണ് മലയാളികളുടെ സ്വന്തം ആറാട്ടുണ്ട്. ഹായ്. അപ്പോൾ താങ്കൾ ഇതുവരെ ചെയ്യാത്തൊരു മിമിക്രി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ കാവ്യമാധവന്റെ വോയിസ് ഒന്നും എടുക്കാൻ വേണ്ട. നീ ഒന്ന് ആദ്യം കാണിച്ചാ. എന്തോരം ആൾക്കാരാ. എടാ പതുക്കെ നടക്കുക. നീ പയ്യ തിരിഞ്ഞു നോക്ക്. ഹായ്, നമസ്കാരം. പലിൻ ജോസ് പെരേര AJP ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഞാൻ. അപ്പോൾ നമ്മള് അപ്പൊ ഇങ്ങനെ പറയുമ്പോ എന്താ പോത്താ ചേട്ടാ, അത്ര ദൂരെ പോയി നമുക്ക് ഫ്രെയിമിലില്ല. ഞങ്ങളുടെ ഫോൺ ഇച്ചിരി നീ ചടത്ത് നടത്ത്. നിങ്ങൾ പരസ്പരം ഫേസ് ഓഫ് ചെയ്ത് നിൽക്ക്. ചോദ്യം മനസ്സിലായില്ല. എടാ ആദ്യം ബോത്തെന്ന് പറയണം. അപ്പൊ ആ പുള്ളി ബോത്തോന്ന് ഇൻട്രോ 2021 അണ്ണൻ കുറച്ച് ലൗഡ്. ഇൻഡോർ അയ്യോ എന്തുവാണോ ചോദ്യം മനസ്സിലായില്ല. ഇൻഡോർ വാട്ടർ ഇൻഡോർ വാട്ടർ പൊക്കിരിയാണേ ഞാൻ തീപ്പൊരിയാണേ, തീപ്പൊരിയ കാതണ്ട കണക്കാത്തർ തൊക്കടക്കണത്തെ മടിയ പുലിവാലായിടും പുലിവാലായിടും നടക്ക് മരുന്നടി നാടായ നാടാ. പൊക്കിരിയാണേ ഞാൻ തീപ്പൊരിയാണേ, തീപ്പൊരിയ കാതണ്ട കണക്കാ തൊക്കടക്കണത്തെ മടിയ. ഞാൻ ഉമ്മൻചാണ്ടിന്റെ ഇമിറ്റേഷൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമോ? ആക്ഷൻ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറായ പലിൻ ജോസ് പെരേര ആരാ നിങ്ങൾക്ക് അറിയില്ല. മിമിക്രിയുടെ ആശാനാണ്. ഉമ്മൻചാണ്ടി പുള്ളി നന്നായിട്ട് കാണിക്കും. ഒന്ന് കാണിക്കുമോ? അതായത് കേരളത്തിന്റെ വിവിധപരമായ പ്രസ്താവനകളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അടുത്തെന്താ? സുരേഷ് ഗോപി ആയിട്ട് പോട്ടെട്ടാ. നീ ഇങ്ങോട്ട് വേണം. അത്ര പോവല്ലേ? പറയുന്ന മോഹൻലാലായിട്ട് കുഴപ്പമില്ലല്ലോ. തെരു പറഞ്ഞ കൊല്ലി മൈനെ. ആക്ഷൻ. സ്ലോ മോഷൻ തിരിഞ്ഞോക്ക്. നോക്കിക്കോ. വാട പേര് കാണിച്ചു കൊടുക്ക. നിങ്ങൾക്ക് വാങ്ങാം കോണിസല്ലെങ്കിൽ സ്വാഗതം. എന്റെ ചോദ്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഉത്തരങ്ങൾ പറഞ്ഞ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കോണീശ്വരൻ. പോയി ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. 5 നേരം വെട്ടിവെങ്ങി ആസനത്ത് പറഞ്ഞിട്ടിരിക്കുന്ന നിങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ. I am Bharatchandran IPS. Just remember that. ഇതാണ് മമ്മൂട്ടിയുടെ
ചന്തുവിനെ തോപ്പിക്കാവല്ലേ മക്കളെ. കൊല്ലന് 16 കൊടുത്തവൻ ചന്തു തോറ്റിട്ടുണ്ട് പലവട്ടം. ചന്തുവിനെ തോപ്പിക്കാവല്ലോ മക്കളെ. പാടണം ഞാൻ പാടിക്കോ? 2 മതി. 4 മല കയറിയത് ആ ഒരുപാട് മല കയറി കഴിഞ്ഞാലേ ഞാൻ വീണു. ഭയങ്കര ആക്റ്റീവ് ആയിക്കോട്ടെ. ചിരിച്ചിട്ട് റെഡി 1 2 3 ആക്ഷൻ. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടെന്ന് തലേം കുത്തി ചാടേണ്ടേ. രണ്ടാം മല കയറി പോകേണ്ടേ, അവിടെന്ന് തലേ കുത്തി ചാടേണ്ടേ. മൂന്നാം തണ്ടിലേറി പോകേണ്ടേ, അവിടെന്ന് തലേം കുത്തി ചാടേണ്ടേ. നാലാം മല കയറി പോവേണ്ടേ, അവിടെന്ന് തലേം കുത്തി ചാടേണ്ടേ. ജ്യൂസ് ഒന്നും വേണ്ട ഇനി, വേറെ നല്ല പാട്ട് പാടാം. ഞാൻ പാടാം. പെരേര ഒരു 4 പാട്ട് പാടാൻ പോകുന്നു. ഇൻട്രസ്റ്റ് എടുത്തോ. അണ്ണന്റെ ഒപ്പം പാടിയിട്ടില്ല, എടുത്തോ. അവൻ ഇതുവരെ പെണ്ണുങ്ങളെ കൊണ്ട് റൊമാൻസ് കളിക്കാം. പൈസ ഇറക്കി ചെയ്യാം. അങ്ങനെ ഒരു പെണ്ണ്, എനിക്കൊരു പെണ്ണ്, അങ്ങനത്തെ ഒരു സാധനം. നീ ആട്ടായത്തെ കാണിക്കാം. ആട്ടായത്തെ പറ്റിയിട്ടേ ചങ്കൂര് 500 രൂപ. ആട്ടായ എന്നാള് പെരേര ഇമിറ്റേറ്റ് ചെയ്തു. അതുപോലെ പെരേര ആട്ടായത്താണ് ഇരിക്കാൻ പോവാ. കാണിക്കാം. ചങ്കെ ചായ കുടിക്കാനാ 500 രൂപ. എന്നോട് 2500 ചോദിച്ചാ. 2500 കൊടുക്കത്തെ പൈസ ആട്ടായ പഠിക്കണം, കൊടുക്കാണ്ടിരിക്കൂടെ? കൊടുക്കാൻ കഴിയല്ല. ആ ഇത് ആട്ടയാണ് നീ കാണിക്കുന്ന. ആ ഓക്കെ. ചങ്കെ ബിരിയാണി കഴിക്കണം, ഒരു 100 രൂപ. അടുത്ത ആൾ റീല് കണ്ടു. അതിൽ അഭിലാഷ് ആട്ടായും പെരേര ഇമിറ്റേറ്റ് ചെയ്യാം, അനുകരിക്കാം. അതുപോലെ പെരേരക്ക് അഭിലാഷ് ആട്ടായും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാലോ. കാണിക്കാം. ചങ്കെ 10 മണിയായി ചായ കുടിക്കണമല്ല, ഒരു 500 രൂപ ഗൂഗിൾ പേ ഇട്ടാ മതി. ഇപ്പൊ 10 മണിക്കൂർ കേട്ടോ. എനിക്ക് ചായ കുടിക്കാൻ പൈസ ഇല്ല, അതാണേ. പിള്ളേരെ സ്കൂളിലാക്കണം, അതാണ്. ഒരു 500 രൂപ പെരേര. നിങ്ങൾ 500 ചോദിക്കണേ, 2000 ചോദിക്കണേ. 5000 ചോദിച്ചു നീ എന്ത് ചെയ്യും? 5000 കൊടുക്കാറില്ല ചേട്ടാ, 5000 കൊടുക്കാറില്ല. നമ്മളത് 500 വെച്ച് 10 ദിവസം. ചങ്കെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം, ബിരിയാണി കഴിക്കണം, ഒരു 100 രൂപ പെരേര. ആരുടെ ചങ്ക്? എന്ത്? എനിക്ക് 40 വയസ്സായി, ഇതുവരെ ഗേൾഫ്രണ്ട് കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാന്? പെണ്ണുങ്ങൾ വളർത്തുകയാണെങ്കിൽ എനിക്കൊരു 2 വരിയുണ്ട്, അത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വളഞ്ഞോളൂ. അതാണ് നിന്റെ പെണ്ണാരെ വെച്ചാൽ. ആ അത് പാടിയാൽ മതി. മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പോ ചൊട്ടേ, ചങ്കിൽ കുടുങ്ങിയ പെണ്ണാണ്, ആരെന്നറിയാതെ അന്നേരം തൊട്ടേ ഉള്ളിൽ കുടുങ്ങിയ പെണ്ണാണ്. കടുവായക്കിടുവ പിടിക്കുന്നേ, അമ്പമ്പോ കടുവായക്കിടുവ പിടിക്കുന്നേ. മതിയോ? റീൽസ് കുറെ കാണാറുണ്ട്. റീൽസ് മാത്രമോ? എല്ലാം കാണാറുണ്ട്. നിന്റെ എല്ലാം കാണാറുണ്ട്. നിന്റെ എല്ലാം കാണാറുണ്ട്. ഷോർട്ട് ഫിലിമിലല്ല, വളരെ സുന്ദരരായ പെൺകുട്ടികളൊപ്പം അഭിനയിക്കാൻ കാണാറുണ്ട്. എനിക്കിതിനെ എങ്ങനെ സാധിക്കുന്നത്? ആ കാര്യം എന്നോട് ചെറിയ അസൂയാണ്. അതിന് അണ്ണൻ ഞാൻ പണ്ടും പറഞ്ഞതാണ് അണ്ണനോട്, വലിയ എമൗണ്ട് ഒന്നും ചെറിയ എമൗണ്ട് ആവുള്ളൂ. ഞാൻ 3000-4000 കൊടുത്തിട്ടാണ് പെണ്ണുങ്ങൾ. ഡാൻസ് കളിക്കട്ടെ? ഓക്കെ, ഡാൻസ് കളിക്കാം. എന്ത് ഡാൻസ് കളിക്കാം? അത് പറയാം. ഏത് ഡാൻസ് കളിക്കണം? ഡാൻസ് വേണ്ട, പെണ്ണുങ്ങൾ കളിക്കാൻ ഡാൻസ് വേണ്ട. ഡാൻസ് വേണോ? വളയാനാ? വളയാൻ പാട്ട് മതി. അതൊന്ന് പാടി. മൂവാണ്ടം മാഞ്ചോട്ടിൽ കണ്ടപ്പോൾ തൊട്ടേ ചങ്കിൽ കുടുങ്ങിയ പെണ്ണാണ്, ചെറുപ്പത്തിൽ തൊട്ടേ പ്രേമിക്കാൻ അറിയാം എങ്കിലേ പെണ്ണ് വളയുകയുള്ളൂ. തിരിഞ്ഞോക്കോ. ഓക്കെ ഓക്കെ, തിരിഞ്ഞോക്ക്. ഓക്കെ ഓക്കെ, അണ്ണ നോക്ക്.